ഹേ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു എ ന്യൂ വീഡിയോ. സത്യം പറഞ്ഞാൽ നമ്മുടെ ഷോയുടെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല, കാരണം കുറച്ച് തിരക്കിൽ വിട്ടുപോയി. ഇന്നലെ ഭയങ്കര ടയേർഡെല്ലാം ആയിപ്പോയി. അത് കഴിഞ്ഞ് ദുബായിൽ നിന്ന് ഇന്നലെ നൈറ്റ് തന്നെ, ഏർലി മോർണിംഗ് രാവിലെ 4 മണിക്ക് ഇവിടെ അബുദാബി എത്തി. ഞങ്ങളുള്ളത് അബുദാബിയിലാണ്. വെറി ബ്യൂട്ടിഫുൾ പ്ലേസ് അല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ അബുദാബിയിലൊന്ന് നടക്കാനും കറങ്ങാനൊക്കെ ആയിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കുറച്ചൊന്നും ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് അടിപൊളിയാക്കാന്നുള്ള രീതിയിലാണ്. ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളൊക്കെയാണ്. നോക്കി നടന്ന് നല്ല രീതിയിൽ പോകണം, നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഇന്ന് പോണത് നമ്മുടെ അക്ബർക്ക ഉണ്ട്. അതായത് അക്ബർ ഖാനല്ല, അക്ബർ ഖാന്റെ കൂടെ തന്നെ പോലെ തന്നെ നമ്മുടെ കൂടെ അക്ബർക്ക ഉണ്ട്. അക്ബർക്ക് ഒരുപാട് നാൾക്ക് ശേഷം ഗൾഫിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അബുദാബിയിലുണ്ട് പുള്ളി. ഞാൻ നിൽക്കുന്നിടത്തുനിന്ന് ഒരു 2.5 കിലോമീറ്റർ ഉണ്ട് പുള്ളിയുടെ സ്ഥലത്തേക്ക്. അപ്പോൾ ഞാൻ കരുതി ഈവനിങ് വാക്ക് ആവാം. ഒന്ന് ബോഡിയൊക്കെ നോടട്ടെ. കുറച്ച് ദിവസമായിട്ട് മന്തിയും ബിരിയാണി കഴിച്ചതാണ്. ഇതാണ് ഇപ്പോൾ ഞാൻ നടക്കുന്ന ഏരിയ. മൊത്തം ഇങ്ങനൊരു ഭയങ്കര ശാന്തസുന്ദരമായൊരു അന്തരീക്ഷമാണ്. വലിയ വെയിലും ചൂടൊന്നുമില്ല. പിന്നെ കുറേ നാൾക്ക് ശേഷം നടക്കണതാണ്, പണിയെടുക്കണതാണ്. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. സോ ഭയങ്കര ബ്യൂട്ടിയാണ് ഇപ്പം ഇന്ന്. ഐ തോട്ട് ഓഫ് മേക്കിംഗ് വ്ളോഗ്. ഇവിടെ ഒരു പൂവൊക്കെ ഉണ്ട്, നോക്കും ആണല്ല. അപ്പം അത്രേ ഉള്ളൂ. സോ അപ്പോൾ ബാക്കി എന്തായാലും നമുക്ക് അക്ബറൊക്കെ കണ്ടിട്ട് വിശേഷങ്ങൾ പറയാം. ഓക്കെ, ബൈ ദ വൈ ഇന്നലെ ഷോ കിഡിലായിരുന്നു. കുറച്ച് സൗണ്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ പറയുന്നില്ല മൈക്ക് കട്ടാവാൻ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതർവൈസ് ഷോ നമുക്കൊരു 2 മണിക്കൂറോളം നമ്മൾ നല്ല രീതിക്ക് കൊണ്ടുപോയി. നമ്മുടെ അസ്മാബി MES ഞാൻ പഠിച്ച കോളേജ് MES അസ്മാബിയുടെ അലുമിനി മീറ്റ് ആയിരുന്നു ദുബായ് ഘടകത്തിൻ്റെ. അപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഈ പറയുന്ന പോലെ ജോലി ചെയ്യാൻ വേണ്ടി ദുബായിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ കണ്ടു, സംസാരിച്ചു, അങ്ങനെ പരിചയപ്പെട്ടു, പഴയ പരിചയങ്ങൾ പുതുക്കി, കുറേ ചളികൾ പറഞ്ഞു, കുറേ തമാശകൾ പറഞ്ഞു. അങ്ങനെ മൊത്തം നല്ല രസമായിരുന്നു. അപ്പോൾ ഷോയുടെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ അധികം എടുത്തിട്ടില്ല, കാരണം എനിക്ക് ആ ടൈമിൽ ഈ പറയുന്ന പോലെ ഭയങ്കര കൺജസ്റ്റഡും ഭയങ്കര ടയർഡായി പോയുണ്ട്. ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. ഇവിടെ കണ്ട പണി കഴിയാത്ത കുറേ ബിൽഡിങ്ങുകൾ, പണി കഴിഞ്ഞിട്ട് അതിനെ പണി കഴിയാത്തതാണ്, സോറി. അപ്പോൾ അത്രയ്ക്കുള്ള അപ്ഡേറ്റ്സ് ബാക്കി പറയാം. നമ്മൾ ക്രോസ് ചെയ്യാണ്ട് നിൽക്കുകയാണ്, റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സിഗ്നൽ പച്ചയെ മാത്രം ക്രോസ് ചെയ്യാൻ പറ്റും. നാട്ടിലാണെങ്കിൽ നമ്മൾ അറിഞ്ഞാൽ പുറത്ത് അങ്ങോട്ടൊക്കെ പോകും. ഇതെന്താല്ലേ, എല്ലാവർക്കും ക്ഷമയും പരിപാടിയൊക്കെ ഉണ്ട്. അത് ലൈറ്റ് പച്ച കത്തി നമ്മളത് ക്രോസ് ചെയ്യാണ്, കണ്ടില്ലേ? ലൈറ്റ് പച്ച കത്തി, അപ്പോൾ നമ്മൾ നൈസായിട്ട് ക്രോസ് ചെയ്യുന്നു. ഓരോ ലൈഫ്. നമ്മൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുമാതിരി എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി മറിഞ്ഞ് വണ്ടി കുത്തി ഇടിച്ച് ഒരുമാതിരി വൃത്തികെട്ട ക്രോസിങ് ആയിരിക്കും എല്ലാവരും. ഇത് എല്ലാവരും നല്ല മുറപടി ക്ഷമ പഠിച്ച് വൃത്തിക്ക് ക്രോസ് ചെയ്യുന്നു. വെറുതെ തന്നെ ഇടിക്കാൻ വന്നപ്പോൾ തന്നെ അവൻ വളച്ചു പോയി ഹാളാൻ. ഇനിയുണ്ടൊരു 500 മീറ്റർ നടക്കാൻ, ഏതാണ്ട് 2.5 കിലോമീറ്ററോളം ഉണ്ട്. നല്ലതാണല്ലോ ഒരു ഈവനിങ് വാക്ക്. നല്ലൊരു ചെറിയ കാറ്റ്, തണുത്ത കാറ്റ്, സുഖമുള്ള കാലാവസ്ഥ. എന്താ മോട്ടാ അവൻ പിന്നെ തിരിച്ചു വരുന്നുണ്ടോ ടെക്നി അടിക്കാനായിട്ട്. വരണ ഏതവസ്ഥ അവൻ്റെ ഭാഗ്യം ഇടിച്ചില്ല. അവന് മനസ്സിലായി തുടങ്ങി ഞാൻ പറഞ്ഞത്. നമ്മളത് ഈ ബിൽഡിങ്ങിൻ്റെ പുറകിലാണ് പുള്ളി ഉള്ളത്. പക്ഷേ നമ്മൾ എന്തായാലും ട്രാഫിക് നിയമങ്ങൾ തെറ്റിക്കാത്തതുകൊണ്ട് നമ്മൾ സീബ്ര ക്രോസിങ്ങിലൂടെ തന്നെ പോകുള്ളൂ. ഇവിടെ കുറേ പേര് അങ്ങനെ പോയിട്ടോ, മറ്റേ ഒരു ചങ്ങായി ഒരു കുന്തും വണ്ടിയും കൊണ്ടുവന്നു. ആളെ മറ്റേ ട്രാഫിക് ഇത് നോക്കണില്ല, എന്താണ് സീബ്ര ക്രോസ് നോക്കണില്ല, നേരെ റോഡിന് നടുക്കൊണ്ട് കയറി വണ്ടി വരാത്തപ്പോൾ ഒറ്റ പോക്ക്. നമ്മളെ ചെയ്യാൻ പാടില്ല. നമ്മൾ ഏത് നാട്ടിൽ വന്നു കഴിഞ്ഞാലും അവിടുത്തെ നിയമങ്ങൾ നല്ല രീതിയിൽ പാലിക്കണം. നമ്മുടെ നാട്ടിലെ മറ്റേ വൃത്തിയുടെ സ്വഭാവം കാണിക്കാൻ പാടില്ല. ഓക്കെ, നമ്മൾ താരം കണ്ട നമ്മൾ ഇതിനു വേണ്ടി ഇവിടം വരെ ഇങ്ങോട്ട് നടന്നു വന്നിട്ട് ഇങ്ങോട്ടേക്ക് നടക്കാം. ആണല്ലേ, ഫൈൽ അക്ബർ കേൾക്കണ്ടോ? എല്ലാം ഗ്രൂപ്പിലിടണം. ഗ്രൂപ്പിൽ ഇട്ടിട്ടില്ലെങ്കിലുള്ളൂ. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ അബുദാബിയിലുള്ള ഒരു പുതിയ ഷോപ്പിനെ പറ്റി സംസാരിക്കാനാണ് വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ അക്ബർക്കയുടെ സ്വന്തം അക്ബർക്കയുടെ ഷോപ്പാണത്. അപ്പോൾ ഇത് വരുന്നത് എവിടെയാണ്? അൽസാഹിയയിലാണ് കളർ സ്റ്റുഡിയോ. ഇവിടെ എല്ലാ വിധത്തിലുള്ള സ്റ്റുഡിയോ സർവീസസും ടൈപ്പിംഗ് സർവീസും എല്ലാം ഉണ്ട്. നമ്മുടെ ഫാമിലി വിസ, വിസിറ്റ് വിസ, ടിക്കറ്റ് സർവീസുകൾ, പിന്നെ വെഹിക്കിൾ പരമായിട്ട് വണ്ടികളുടെ എല്ലാ രജിസ്ട്രേഷൻ, ഇൻഷുറൻസുകൾ പരിപാടികളെല്ലാം ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഫാമിലി വിസ എല്ലാം ചെയ്യുന്നുണ്ട്. സോ അബുദാബിയിലുള്ള എല്ലാ ആൾക്കാരും ഈ പറയുന്ന പോലെ ഇവിടെ കോൺടാക്ട് ചെയ്യുക.
ഞാൻ നമ്പർ താഴെ കൊടുക്കാം. അപ്പോൾ ഏതൊക്കെ സർവീസസ് വേണോ ചോദിക്കുക, കോണ്ടാക്ട് ചെയ്യുക, മേടിക്കുക. ഓക്കെ, അപ്പോൾ ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ അക്ബർക്കാടെ ഷോപ്പ് കണ്ടു. നല്ലൊരു സ്റ്റുഡിയോ ആണ്, എല്ലാ വിധത്തിലുള്ള ടൈപ്പിംഗ് സർവീസും എല്ലാം ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാ അടിപൊളിയാവട്ടെ, എല്ലാം ഹയർ ആവട്ടെ. ഇപ്പോൾ തന്നെ അത്യാവശ്യം കസ്റ്റമേഴ്സൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇന്ന് നാഷണൽ ഡേയുടെ മുടക്കാണ്, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആൾക്കാർ വരുന്നുണ്ട്. അവർക്ക് ഇത്ര മിനിമം ആൾക്കാർ വന്നാലേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ പ്ലീസ് ഈ വ്ളോഗ് കാണുന്ന അല്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്യുന്ന, ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ, അബുദാബിയിലുള്ള ആൾക്കാർ എല്ലാ സർവീസസും അവിടെ നിന്ന് ചെയ്യിക്കുക. ഇതൊരു പ്രൊമോഷണൽ പരിപാടിയൊന്നും അല്ല, നമ്മുടെ സ്വന്തം അക്ബർക്കയുടെ ഷോപ്പ് ആയതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മളൊരു ഈവനിങ് വാക്ക് വന്നു അബുദാബിയിൽ. ഞാൻ ആദ്യമായിട്ടോ അബുദാബിയിൽ ഇങ്ങനെയൊക്കെ പുറത്തിറങ്ങണത്. നമ്മൾ ഉച്ചയ്ക്ക് വെയിലത്ത് വന്നതാണ്. ഉച്ചയ്ക്ക് എന്ന് വെച്ചാൽ ഈവനിങ് ഒരു വെയിലത്ത് വന്നതാണ്. പക്ഷെ ഇപ്പോൾ അത്യാവശ്യം സന്ധ്യാസമയമായി. ഇനിയിപ്പോൾ നമ്മൾ നൈസായിട്ട് നമ്മുടെ ഷാജിദ ഡാൻസ് ഗാർഡൻ വീട്ടിലേക്ക് പോവാണ്. ചിലപ്പോൾ അവർ നൈറ്റ് വരെ അവരായിട്ടൊന്ന് കോർണർഷൊക്കെ ഇറങ്ങും. അപ്പോൾ പറ്റിയുള്ള അതും ബ്ലോഗ് എടുക്കാം. ഇവിടെ ഉണ്ടോ, നാഷണൽ ഡേ ആണ്, 2 ഡിസംബർ. നാളെ, ഇന്നും 1 തീയതിയാണ്. നാളെ ഭയങ്കര അടിപൊളി പരിപാടിയൊക്കെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് ഈ പറഞ്ഞ അടുത്ത ബ്ലോഗിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബ്ലോഗ് ഇഷ്ടമായി കഴിഞ്ഞാൽ ഇഷ്ടമായി എന്ന് പറയാം. ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ അതും കമൻസിൽ പറയാം. എന്തുകൊണ്ട് ഇഷ്ടമായില്ല എന്ന് സ്പെസിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ക്ലിയർ ചെയ്ത് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. സോ എല്ലാവരും ടേക്ക് കെയർ. നമുക്ക് അടുത്ത വീഡിയോയിൽ അടിച്ചു പൊളിച്ച് കാണാം. ഓക്കെ, ബൈ ബൈ ഗായ്സ്.